രാജ്യത്തെ ഇന്ധന സുരക്ഷയെയും LPG വിതരണത്തെയും സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്ന് ലോക്സഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തും. എസ് നന്ദഗോപൻ ചേരുന്നു വിവരങ്ങളുമായി. നന്ദഗോപൻ, ഈ ഇന്ധനക്ഷാമം അതൊരു വസ്തുതയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ പ്രസ്താവന എല്ലാവരും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അനന്തമ്പ്യാർ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുലിന് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരം സ്പീക്കർ നൽകിയിട്ടുണ്ട്. അതായത് ഭാരതത്തിൽ നിലവിൽ LPG അടക്കം വലിയ ക്ഷാമം നേരിടുന്നതായി കാണിച്ചുകൊണ്ട് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷം സഭയിൽ ബഹളം വെക്കുകയാണ്. സഭ സ്തംഭിപ്പിക്കുവാൻ വേണ്ടി പലതവണ ശ്രമങ്ങൾ നടത്തി. ഇതിനോടകം തന്നെ സ്പീക്കർ വ്യക്തമാക്കി കഴിഞ്ഞു, വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ രാഹുലിന് സംസാരിക്കാൻ അവസരം നൽകും. അതിനുശേഷം രാഹുലിന് മറുപടിയായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്താണ് രാജ്യത്തിന്റെ ഇപ്പോൾ ഇന്ധന സുരക്ഷ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഭാരതത്തിന്റെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രസ്താവന നടത്തും. ഇതിനോടകം തന്നെ രാജ്യത്തെ LPG ഉൽപ്പാദനം 20% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഗാർഹിക ഉപഭോക്താക്കൾക്കായിരിക്കും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട LPG ലഭ്യത ഉറപ്പുവരുത്തുക. ശേഷം റെസ്റ്റോറൻറ്റുകൾക്കും സ്കൂളുകളും ആശുപത്രികളടക്കം അതിനൊരു പ്രയോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനോടകം തന്നെ 3 അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിക്കുവാനും മറ്റും നിയോഗിച്ചിട്ടുണ്ട്. വിവിധ പെട്രോളിയം കമ്പനികളുടെ ഡയറക്ടർമാരടക്കം ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ഈ സമിതി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ പഠനം നടത്തി വരികയാണ്. ഏതായാലും എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് തന്നെ ഇന്ന് ലോക്സഭയിൽ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കും. ഇതിനോടകം തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ശ്രീലങ്കനും അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഭാരതത്തോട് ഡീസൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ കൂടുതൽ ഡീസൽ ഭാരതത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2017 മുതൽ ബംഗ്ലാദേശുമായിട്ടുള്ള കരാർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ആദ്യം ഡീസൽ നൽകുന്ന കാര്യത്തിൽ പ്രയോറിറ്റി ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്തേക്ക് ഭാരതത്തിൽ എത്രമാത്രം ഇന്ധനം സുരക്ഷിതമാണ് എന്നത് വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ഇതിനോടകം തന്നെ വ്യക്തമാക്കി. ഏതായാലും ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഇന്നിപ്പോൾ ലോക്സഭയിൽ മറുപടി നൽകുക. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഈ ഗ്യാസ് ട്രബിൾ എങ്ങനെ പരിഹരിക്കും എന്നൊരു പക്ഷേ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കും. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.